Hello, good afternoon. Good afternoon. Hello. കേൾക്കല്ല? സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണല്ലേ? Wait. Yes, good afternoon. Good afternoon. Teacher. Good afternoon. Okay. Yes. How are you all? Fine, madam. Okay. എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട്? എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ടീച്ചർ. നല്ല ക്ലാസ്സുകളാണ് എല്ലാവരുടെയും. എല്ലാവരും നന്നായിട്ടൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലുണ്ട് എന്ന് കൂടി പറയണം. ടീച്ചേഴ്സ് ഒക്കെ നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും അത്രയും അറ്റൻറ്റീവായിട്ട് തന്നെ ഓരോ ക്ലാസ്സിലും ഇരിക്കുക. അത് ഇവിടെ ഓണാക്കി വെച്ച് നമ്മൾ ഓൺലൈൻ ആണ്, അതുകൊണ്ട് നമ്മൾ അവിടെ പ്രസന്റ് ആണെന്നുള്ളത് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മളവിടെ ലൈവ്ലി പ്രസന്റ് ആണോ എന്ന് കൂടി അറിയണ്ടേ അല്ലേ? നമ്മൾ ക്ലാസ്സുകൾ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ അത് മുഴുവനും ശ്രദ്ധിച്ചിരിക്കുകയും വേണം. അതിന്റെ ഇടയിൽ കൂടി വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു ടെൻഡൻസി ഒക്കെ വരും. അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ പോയി വരുമ്പോ ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പൊ ചിലതൊന്നും കേൾക്കില്ല അല്ലെ? എന്നിട്ട് പിന്നെ നമ്മള് അയ്യോ അതെന്താണാവോ, പിന്നീട് ഡൗട്ടായി, അതായി ഇതായി. അതൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ. എന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പല ലാംഗ്വേജ് എന്താ പറയാ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ലാംഗ്വേജ് ഇഷ്യൂസ് മീൻസ് അതായത് ഇപ്പൊ പല സ്ലാങ്ങില് സംസാരിക്കുന്നവര് അല്ലെ ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്ലാങ്ങിലൊക്കെ ചിലപ്പോ ഒത്തിരി ഡൈവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഒത്തിരി വിവിധങ്ങളായിട്ടുള്ള സ്ലാങ്ങുകളായിരിക്കും. നിങ്ങളൊക്കെ ഇപ്പൊ ചിലപ്പോ ചില കുട്ടികൾ പറയുമ്പോൾ ചില സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോ രണ്ടാമത് ഒന്നുകൂടി എന്താ പറഞ്ഞേന്ന് ഇങ്ങനെ ചോദിക്കേണ്ടി വരും അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ടീച്ചറിനോട് പറഞ്ഞു തരാനൊക്കെ പറയാ. ചിലർ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും. ഏതോ ഒരു എക്സാമ്പിൾ ഞാനാണ്. കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. ചിലർ ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കും. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമുണ്ട്. അതായത് സ്പീഡിൽ സംസാരിക്കുമ്പോൾ അതങ്ങനെ വരുന്നതാണ്. അതെന്താണെന്ന് അറിയില്ല. കുറെ സംസാരിച്ച് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറയൂ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് പ്ലീസ് മാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് കുഞ്ഞു കഷ്ണമായിട്ടൊക്കെ ടൈപ്പ് ചെയ്താൽ മതി. ഫുൾ അതൊന്നും ടൈപ്പ് ചെയ്യാനായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോയിന്റ് വൺസ് അഗൈൻ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. സോ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ. സോ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ആരും ഉറങ്ങുന്നൊന്നും അല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്താനാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ ഓൾ മ്യൂട്ട് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന്
വെർബലി നമുക്കൊന്ന് അതിന്റെ ഉത്തരമൊക്കെ ഒന്ന് കൊടുക്കാട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ഓൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇത് ഓൾ മ്യൂട്ട് കൊടുക്കുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ ലൈവിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഇത് ഒത്തിരി കുട്ടികൾ റെക്കോർഡ്സിനെ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്, റെക്കോർഡിംഗ് ക്ലാസ് മാത്രം കാണുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇതിങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോഴേ, ആ വീഡിയോ പ്ലേ ചെയ്ത് കാണുമ്പോൾ അവർക്ക് അതിനകത്ത് കുറെ ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഇൻ ബിറ്റ്വീനിലൊക്കെ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടെ ഭയങ്കര എക്കോ ആയിട്ട് വരും. അപ്പൊ അവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് 5 or 10 minutes ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് 5 minutes 10 minutes വേണമെങ്കിൽ നെസസറി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം കൂടി യൂസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ബിക്കോസ് ഇത്രയും ടീച്ചേഴ്സ് ഒക്കെ വന്ന് ഓരോരുത്തർ ക്ലാസ് എടുത്ത് പോയതിന്റെ എക്സ്പീരിയൻസ് 1 week ആയിട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ മാത്രമല്ലേ ക്ലാസ്സിൽ കയറാതിരുന്നുള്ളൂ. നമ്മൾ പക്ഷെ കണ്ടു അല്ലേ? എവിടെ കണ്ടു? എന്നെ കണ്ടില്ല? ഇൻട്രോ ക്ലാസ്സിൽ കണ്ടു. വെരി ഗുഡ്. അതെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാത്തവരുണ്ടോ ആരെങ്കിലും? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഒന്നും പറഞ്ഞില്ല. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു കോഴ്സ് എന്താണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളുടെ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് സാറും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ നമുക്ക് ഇന്ന് എന്താ പറയാ, നമ്മളുടെ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾസിൽ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുമിച്ച്. അപ്പൊ നമുക്ക് കടന്നാലോ ക്ലാസ്സിലേക്ക്? സോ മൈ ചാപ്റ്റർ ഈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററിന്റെ പേരാണിത്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. സി, നമുക്കറിയാം മോസ്റ്റ് ഓഫ് അസ് ഹാവ് വിസിറ്റഡ് എ ഹോസ്പിറ്റൽ. പേജ് നമ്പർ വേണം. ഇതിന്റെ പേജ് നമ്പർ ഒന്ന് തപ്പി നോക്ക്, മറിച്ച് നോക്ക്. പേജ് നമ്പർ എനിക്കറിയില്ല, ഒന്ന് നോക്കാമോ? മറിച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടായിരിക്കും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് എന്തായാലും അസുഖമില്ലാതെ ഇന്നത്തെ ആൾക്കാരില്ല അല്ലെ? ചിലവര് വേണം. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലല്ലോ ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറയും അല്ലെ? എന്നാൽ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഐ തിങ്ക് നൺ ഓഫ് us can say that no അല്ലെ? നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റില്ല ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറയാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇന്ന് നമ്മളുടെ എന്താ പറയാ, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. Due to our lifestyle, our food habits and our എന്താ പറയാ, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ഒരു ആവശ്യത്തിന് എന്താ പറയാ ഫുഡ് കഴിക്കുന്ന രീതി, അതിന്റെ എന്താ പറയാ ഏത് ടൈമിൽ കഴിക്കണം, ടൈമിങ്ങിൽ കഴിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും. അതുപോലെ നമുക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. സാഹചര്യം ഉണ്ടെങ്കിലും ചെയ്യാൻ മടിയുള്ളവരുണ്ട്. ഇതെല്ലാം കാരണങ്ങൾ കൊണ്ട് തന്നെ പല രീതിയിലും പല അസുഖങ്ങളും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് വേറെ ഉണ്ട് അല്ലെ? പൊടി പടലങ്ങൾ മറ്റൊക്കെ കൊണ്ട് ഒത്തിരി അസുഖങ്ങൾക്ക് നമ്മളെല്ലാവരും എന്താ പറയാ അടിമകളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യാത്തവരാൻ തന്നെ ആരും തന്നെ ഉണ്ടാകില്ല. സോ നമ്മുടെ ഹോസ്പിറ്റൽസ് ഇത്രയും പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റൽസിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാ. ശരിയാണല്ലോ, ഇതൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഇതൊരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇതിന്റെ നെയിം ബോർഡുകൾ കാണുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ണുപിടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫാർമസി അല്ലെ? അതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ പറയാ, ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? എന്നാൽ മോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് വി ഹാവ് നോട്ട് സീൻ, അതായത് ഒറ്റ പ്രാവശ്യം പോലും നമ്മുടെ കൺമുൻപിൽ പെടാത്ത ചില ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് അവെയർ ആണ്. കുറെ ചില ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് എന്നറിയില്ല. എന്തൊക്കെയാണ് ചില ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്, ഏതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെന്റുകളൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്റർ അതിനു വേണ്ടി തന്നിട്ടുണ്ട്. സോ ബീങ് പ്രിപ്പയറിംഗ് ഫോർ എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് ടു ഐഡന്റിഫൈ ഓർ അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു അറിവെങ്കിലും വേണ്ടേ നമുക്ക് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഓപ്പറേഷൻ ചെയ്യണ്ട,
കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഇവിടെ ഇന്ന ഫങ്ഷൻസ് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. And according to the departments, ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ ആ രീതി, അതിന്റെ അവിടെ നടക്കുന്ന ഫങ്ഷൻസ്, അവിടെ നടക്കുന്ന പ്രവർത്തികൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 3. പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ 3ആയിട്ട് ബ്രോഡ്ലി ആണ് കേട്ടോ, വിശാലമായ രീതിയിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. That is medical department, supportive department and administrative department. You can see a table here. അല്ലെ, തന്നിരിക്കുന്ന ഒരു ടേബിൾ ഫസ്റ്റ് പേജിൽ. At a glance you can understand what are the different departments in a hospital. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാനാണ് ഒരു ടേബിൾ രൂപത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ രൂപം കഴിഞ്ഞ് ഇതിന്റെ എക്സ്പ്ലെയിൻഡ് ഫോം ഒക്കെ തൊട്ട് താഴേക്ക് അടുത്ത പേജിൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ ആ ടേബിൾ ഒന്ന് നോക്കാം. നോക്കിയേ, ആദ്യത്തെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 3ആയിട്ടാണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫോളോ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ശരി. ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന് റിപ്ലൈ കൊടുത്തോ, വെറുതെ യെസ് എന്നൊക്കെ. ഓക്കെ, വെരി ഗുഡ്. അതെന്താണെന്നറിയോ, നമ്മളവിടെ ഉറങ്ങണില്ല, കാരണം ഉച്ച സമയമാണ്, ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഉറങ്ങി പോകുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവരെ ഒന്ന് ഉണർത്തുക എന്നുള്ളതാണ് ഈ അല്ലേ, അങ്ങനെയല്ലേ, ആണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അപ്പൊ ചെറിയ റെസ്പോൺസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം പോകും, നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണ്. ആരെങ്കിലുമൊക്കെ മറുപടി പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് പറയാനും അറിയാൻ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട, ഒന്നിനും ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനി അതേഴ്സ്. ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അവരാരെങ്കിലും ആൻസർ പറഞ്ഞോളൂ, ഞാനിവിടെ മിണ്ടാതിരിക്കാം, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, യെസ്, എല്ലാവരും ചാടി നിൽക്കണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻസ്. അതായത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രോഡ് ആയിട്ട് ഈ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് എന്തിന്റെ ബേസിസിലാണ് നമുക്ക് നോക്കാം. സി, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു IPD ആൻഡ് OPD. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഫർദർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു OPD ആൻഡ് IPD. Can you say what is OPD and IPD? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? OPD IPD എല്ലാവർക്കും അറിയാം, ഞാൻ ഇത്ര പറഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. എന്നാലും ഒരാളെങ്കിലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിലോ, അതിനാണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വെരി ഗുഡ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. പ്രധാനമായിട്ടും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ദേ ആർ പ്രൊവൈഡിങ്. എന്ത് രീതിയിലുള്ള ചികിത്സയാണോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് ഇങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ചില ആളുകൾക്ക് OP ഡിപ്പാർട്ട്മെന്റിൽ വന്നു, അവിടെ നിന്ന് ചീട്ട് എഴുതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ദേ ക്യാൻ ലീവ് ദ ഹോസ്പിറ്റൽ വിത്തിൻ ദാറ്റ് ഡേ. അതായത് ആ ദിവസത്തിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് തിരിച്ചു പോകാം. അതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ OP വിഭാഗം എന്ന് നമുക്ക് പറയാം അല്ലെ. ആൻഡ് ചില പേഷ്യൻസ് ഉണ്ട്, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വിഭാഗക്കാരെന്താ, വന്നു, ചീട്ടെടുത്തു, ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ച് ആ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ ആള് ഹോസ്പിറ്റൽ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അത് OP വിഭാഗം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് some patients need admission. That means they have to be admitted for the further treatment or diagnosis purpose or some other procedures. അതായത് എന്നാൽ ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്ത് രോഗമാണെന്ന് ചിലപ്പോൾ നിവാരണം ചെയ്തെടുക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പോൾ അവർ പല ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അതെന്ത് രോഗമാണ് ആൾക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ആ വരുന്ന പേഷ്യൻസിന്റെ രോഗത്തിന്റെ സീരിയസ്നെസ് നോക്കി സം പേഷ്യൻസ് ഹാവ് ടു ബി അഡ്മിറ്റഡ്. ഓക്കെ, അവിടെ കൊടുക്കുന്നത് ഇൻപേഷ്യന്റ് ആക്കിയതിനു ശേഷം, ദാറ്റ് മീൻസ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ
patient who are admitted in the hospital are known as inpatients. അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് വിളിക്കുക. അപ്പൊ ഇൻപേഷ്യന്റ് ആക്കിയിട്ട് വേണം അവിടുത്തെ ബാക്കിയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെ കൊടുക്കുന്ന ഇൻപേഷ്യന്റ് ആക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സോ 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. As the requirements, അവരുടെ ആവശ്യമനുസരിച്ച് it is outpatient department and inpatient department. അങ്ങനെ രണ്ടായിട്ട്. ഇതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത് മാത്രം അറിഞ്ഞിരിക്കുക. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അറിയില്ലാത്തവർ അവിടെ നിന്ന് നിങ്ങളുടെ നോട്ടില് ടെക്സ്റ്റിനകത്ത് ഒന്ന് എഴുതി വെച്ചേക്ക. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് IPD എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് വേണമെങ്കിൽ വെറുതെ ഒന്ന് കുറിച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന നോട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് ചെകഞ്ഞ് കയറിയൊന്നും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ടീച്ചേഴ്സ് ചില കാര്യങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഒന്നാമത്തേത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, നൽകപ്പെടുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. And the next one is supportive departments. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുമ്പോൾ അവിടെ എന്താ പറയാ, രോഗിയായിട്ട് വരുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്നു. ഇത് മാത്രമാണ് നടക്കുക. That means there are some other departments which supports the treatment. ഈ വരുന്ന പേഷ്യൻസിന് വന്നു പോകുന്ന ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ, ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിനെ മറ്റു പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിനകത്തുണ്ട്. ആൻഡ് ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാം കൂടി പറയുന്ന പേരാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ടൈപ്പിലാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത്. ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് ഫർദർ അത് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇങ്ങനെ 4ആയിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ വീണ്ടും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ രീതി, അതാണ് OPDയും IPDയും. OPD എന്ന് പറയുമ്പോൾ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നു. IPD എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചിലപ്പോൾ നടത്താണ്ടാവും. കുറച്ച് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ മരുന്ന് കൊണ്ട് വേഗം ഓടിപ്പോക്കൊന്നും പറയാനും പറ്റില്ല, അല്ലെ? അപ്പൊ അവരെ കിടത്തി ചികിത്സിക്കേണ്ടത് ഒന്ന് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം മാത്രമേ അവരെ റിവീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. എന്നാൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്താ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന OP, IP വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസിന് പല രീതിയിലും മറ്റു രീതിയിലുള്ള സപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് സോ അതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ വീണ്ടും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് അതാണ് തെറാപ്യൂട്ടിക് എന്നാ പറഞ്ഞ. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മളുടെ ഹീലിംഗുമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതി. അതൊരു ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തേത് ജനറൽ ആണ്, കോമൺ ആയിട്ട് വരുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഡയഗ്നോസ്റ്റിക്, നമുക്ക് ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻഫോർമേറ്റീവ്, ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ പേഷ്യൻസ് ആകാം, മെഡിക്കൽ റിസോഴ്സസ് ആകാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് അറ്റ് എനി ടൈം ദേ ക്യാൻ റിട്രീവ് ദ ഡാറ്റ. ആ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോ ഒക്കെ വേണമെങ്കിലും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്ത് വെക്കണം. ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് അത്ര അധികം ഷാർപ്പ് ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുതിയത് വന്നു കയറുമ്പോൾ ഒത്തിരി പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. ഓർമ്മയില്ലല്ലോ, മറന്നുപോയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്തുകൊണ്ടാ? കാരണം ഡേ ബൈ ഡേ ഓരോ മിനിറ്റിലും നമ്മളിലേക്ക് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാണല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പഴയതൊക്കെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്ത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ താനേ മറന്നു പോകുന്നതല്ല. കാരണം ഇത് ഇങ്ങനെ സ്റ്റോറിങ് കപ്പാസിറ്റി ഒരു ഇതുണ്ട്. അപ്പൊ അതങ്ങനെ മറന്നു പോകും, അല്ലെ? പിന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അതിനെ വലിച്ച് എന്താ പറയാ ഓർത്തൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതുപോലെ ഹോസ്പിറ്റലിലും there are a lot of informations regarding the patients, regarding the medical resources. ഒത്തിരി ഹോസ്പിറ്റലിലും ദൂര വിഭവങ്ങളാ, മെഡിസിൻസ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, പിന്നെ എന്താ പറയുക എക്യുപ്മെന്റ് ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഇത് ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ സ്റ്റോർ ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയുള്ള ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 4ആയിട്ട് വീണ്ടും എന്താണ് ഇതിന്റെ ഓരോന്നിന്റെയും പ്രാധാന്യം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്.
മനസ്സിലായോ? ഇനി തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. ദാറ്റ് മീൻസ് റിലേറ്റിംഗ് ടു ദ directly related to the ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള ആ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ രോഗം വരുന്നു പോകുന്നു, അവിടെ വരെ ഒക്കെ ആയല്ലോ. രോഗം വരുന്നു പോകുന്നു, ചീട്ടെടുക്കുന്നു, അവിടെ നിന്ന് പറയും, നഴ്സ് വന്നിട്ട് പറയും ഇവിടെ വെയിറ്റ് ചെയ്തോണ്ട് അവിടെ ആയിരിക്കും നിങ്ങൾ കാണാനുള്ള ഡോക്ടർ ഇരിക്കുക. അപ്പൊ നമ്മളുടെ ടേൺ വരുമ്പോൾ അവിടെ നിന്ന് ഒന്നിൽ ഈ നഴ്സ് വന്നിട്ട് ഇന്നാളുടെ പേര് വിളിക്കും. അപ്പൊ റെഡിയായി നിൽക്കാൻ പറയും. അത് കഴിയുമ്പോൾ ഇന്നാള് കയറുമ്പോ ഇറങ്ങുമ്പോൾ നിങ്ങൾ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ പോകാമെന്നാണെങ്കിൽ മരുന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ പോയി ഫാർമസിയിൽ പോയി വാങ്ങിച്ച് പൊക്കോളാൻ പറയും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് നമുക്ക് വരുന്ന, നമ്മൾ അങ്ങനെ ഒന്ന് കടന്ന് ഈ പറയുന്ന കൺസൾട്ട് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറുമോ? മാറില്ല. സോ നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കാര്യമായതുകൊണ്ടാണ് തെറാപ്യൂട്ടിക് എന്നതിന്റെ കീഴില് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ് എന്നിങ്ങനെ അതിനെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റിലായിക്കോട്ടെ ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ നമ്മൾ തരുന്ന ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ they will provide, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിൽ പ്രിസ്ക്രൈബ് ദ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. ഡോക്ടറെ കണ്ടു മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്തു, രോഗം മാറുമോ? തീർച്ചയായും മാറില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിൽ എത്തിക്കുക, അവിടുന്ന് മരുന്ന് കളക്ട് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു ഹാവ് ഇറ്റ്. ആ മെഡിസിൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് നമ്മളത് കഴിക്കണം അല്ലെ. അപ്പൊ നമ്മളുടെ രോഗം മാറും. അപ്പൊ ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ളതാണ് ഏതിന്? ഫാർമസിക്ക്. അതുകൊണ്ടാണ് തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ ഏത് വന്നത്? ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വന്നത്. ഓക്കെ. അപ്പൊ സപ്പോർട്ടീവിനെ തന്നെ പല രീതിയിലും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിന്റെ പർപ്പസിന് വേണ്ടിയാണ്, ആ ഒരു രീതിക്കാണ്. But directly ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. ബിക്കോസ് we have to have the medicine according to the instructions or prescriptions, then only we can heal our disease. നമ്മുടെ രോഗം ഭേദമാകണമെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് അതനുസരിച്ച് കഴിക്കണം. ഓക്കെ. ഫിസിയോതെറാപ്പി ഇറ്റ്സ് ഓൾസോ നെസസറി. ചില അസുഖങ്ങൾക്ക് ഫിസിയോതെറാപ്പി അത് ഡയറക്ട്ലി ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധമുള്ളതാണ്. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ചില വേദനകൾ അല്ലെ, ഒത്തിരി എന്താ പറയാ എപ്പോഴെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വേദനകൾ വരിക, ചിലപ്പോൾ ചിലർ വീഴ്ചയിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന വേദനകൾ, ഇതിനൊക്കെ ഫിസിയോതെറാപ്പി അപ്പൊ ഡയറക്ട്ലി ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറാപ്യൂട്ടിക്കില് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡയറ്ററ്റിക്സ്. ഈ പറയുന്ന മരുന്നൊക്കെ കഴിച്ചു, ഫിസിയോതെറാപ്പീസ് ഒക്കെ നടത്തി, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമ്മുടെ രോഗം ഭേദമാകുമോ? ഇല്ല. ഡോക്ടർ പറയുന്നു അതിന്റെ ഒപ്പം മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്ന ഡോക്ടറെ രോഗം മാത്രം മാറിയിട്ടില്ല. ബിക്കോസ് എന്താ അതിന് വീണ്ടും അതിനകത്ത് ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ കൂടി നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന സാധനമൊക്കെ അവോയ്ഡ് ചെയ്യണം, യു ഹാവ് ടു ഹാവ് ദിസ് മച്ച് അല്ലെ, ഇങ്ങനെയുള്ള ഫുഡ് ഫോളോ ചെയ്യണം, അധികം ഇന്നത് കഴിക്കാൻ പാടില്ല, ഫാറ്റ്, കൊളസ്ട്രോള് കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കരുത്, ഷുഗർ കുറച്ച് അവോയ്ഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് മീൻസ് എന്ന് വെച്ചാൽ എന്താ, ഡയറ്റ് ഷുഡ് ബി ഫോളോഡ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഓർ സജസ്റ്റഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് കൂടി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ രോഗത്തെ ഹീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ട്രീറ്റ്മെന്റുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ രോഗത്തിന്റെ ഹീലിംഗുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള കാര്യങ്ങളാണ് ഈ തെറാപ്യൂട്ടിക്കിൽ വന്നേക്കുന്നത്. ഏതൊക്കെയാണത്? ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഇതെല്ലാം തെറാപ്യൂട്ടിക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വരാം. സപ്പോർട്ടീവില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്? തെറാപ്യൂട്ടിക് ഉണ്ട്, ജനറൽ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ഇൻഫോർമേറ്റീവ് ഉണ്ട്. എന്നാൽ തെറാപ്യൂട്ടിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ? രോഗം ഭേദമാകുന്നതിൽ നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ടോപ്പിക് ആ ഒരു ഹെഡില് ഫാർമസിയും ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ ഡയറ്ററ്റിക്സും വന്നത്. ക്ലിയർ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് രണ്ടാമത്തെ വിഭാഗം സപ്പോർട്ടീവിന്റെ നെക്സ്റ്റ് ഹെഡ് എന്താണെന്ന് നോക്കിയേ, ജനറൽ ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ജനറലിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു CSSD, housekeeping, kitchen, laundry, security, maintenance and mortuary. ഇങ്ങനെ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ജനറൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഇതിന് നമ്മുടെ രോഗവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഈ CSSDയോ ഹൗസ് കീപ്പിങ്ങോ കിച്ചനോ ലോണ്ടറിയോ മെയിൻ്റനൻസോ മോർച്ചറിയോ അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇതിനൊന്നും നമ്മുടെ ഹീലിംഗ്, നമ്മുടെ രോഗം ഹീൽ ചെയ്യുന്നതില് അതിന് ഡയറക്ട്ലി ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് അല്ലെ, നേരിട്ട് ബന്ധമൊന്നുമില്ല. എന്നാൽ
The hospital need their support. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ സപ്പോർട്ട് ഹോസ്പിറ്റൽസിന് വേണ്ടി വരും, അല്ലെങ്കിൽ അത്യാവശ്യം തന്നെയാണ്. cannot be avoided. അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറലിന്റെ കീഴിൽ ജനറലി കൊടുക്കുന്ന സേവനമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ. കോമൺ ആയിട്ട് എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പേഷ്യൻസിന് മാത്രമല്ല, whoever visiting the ഹോസ്പിറ്റൽസിൽ ആരൊക്കെ സമീപിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ചില സേവനങ്ങളാണ് ഏതിൽ വരിക, സപ്പോർട്ടീവിന്റെ ജനറലിൽ വരിക. വൺസ് അഗെയിൻ എന്താണ് ഏതൊക്കെയാണത്? CSSD. വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CSSD? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, മിക്കവാറും ചാപ്റ്ററും എടുത്തിട്ടുണ്ടാവാമായിരിക്കാം. ഓക്കെ, സെൻട്രൽ സ്റ്റെറിലൈസ്ഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ദ സ്റ്റെറിലൈസേഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സർജറീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ അവിടെയുള്ള എക്യുപ്മെന്റുകൾ, അതുപോലെ തന്നെ ഈ സർജറീസിലും മറ്റു പ്രൊസീജിയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് അല്ലെ. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ബി ഡിസ്ഇൻഫെക്റ്റഡ്. അതായത് ഇൻഫെക്റ്റഡ് ആകും. ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് മറ്റൊരാളിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏതിന്റെയാണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്സ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്സ്. സ്റ്റെറൈൽ മീൻസ് എന്താ? സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതായത് അണുവിമുക്തമാക്കുകയാണ് അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പല ഉപകരണങ്ങളും ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ചു, അത് മറ്റൊരു പേഷ്യന്റിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് സ്റ്റെറിലൈസ് ചെയ്യണം നിർബന്ധമാണ്. കാരണം ചിലപ്പോ ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ചു ആ ആൾക്ക് ഉള്ള എന്തെങ്കിലും രോഗാണുക്കൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളിൽ അതേ സാധനം സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിച്ചാൽ അത് ആളിലേക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ, കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. സെൻട്രൽ CENTRAL സെൻട്രൽ സ്റ്റെറൈൽ STRILE സ്റ്റെറൈൽ സപ്ലൈ SUPPLY ഡിപ്പാർട്ട്മെന്റ്സ്. കിട്ടിയോ? യെസ്. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ ഈ ഓരോ ചാപ്റ്ററും ഈ ഓരോ ഹെഡും ഈ ജനറലിൽ വരുന്ന ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിൽ ഇത് ചാപ്റ്റർ വൈസ് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ കഥ പറഞ്ഞ് എന്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലെങ്ത് ആയിട്ട് ഒരു 2, 3, 8 പേജ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കട്ടെ. അപ്പൊ ഇത് വേസ്റ്റ് ആവൂലേ? അതുകൊണ്ട് അന്നേരം ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ് എന്ന്. ചെറിയൊരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? നമ്മൾ ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, മറ്റ് പ്രൊസീജിയേഴ്സ് ലാബിലൊക്കെ ചില ഇൻസ്ട്രുമെന്റുകളൊക്കെ പലതും ഒക്കെ എന്താ പറയാ ഡൈലൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ എടുത്ത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അത്തരം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരു പേഷ്യന്റിന്റേത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് ഇൻഫെക്റ്റഡ് ആകും. ചിലപ്പോൾ ആ രോഗിയിലുള്ള രോഗാണുക്കള് അല്ലെ, അണുക്കള് എന്ത് ചെയ്യാനായിട്ട് മറ്റിതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ, അതായത് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ എന്താ പറയാ ക്ലീൻ ചെയ്യാതെയൊക്കെ നമുക്ക് മറ്റൊന്നില് ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് വാഷ് ചെയ്തുകൊണ്ട് എടുക്കുന്നതല്ല. ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇന്ന് വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഒത്തിരി വലിയൊരു യൂണിറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചു തരും. ഇതിനകത്ത് ഓട്ടോക്ലേവ് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ടേ ഈ ഓട്ടോമാറ്റിക്കലി നമുക്കിത് എല്ലാം ഇങ്ങനെ പ്രത്യേകം ട്രേസിലാക്കി അറേഞ്ച് ചെയ്ത് സിസേഴ്സ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഓരോ പ്രത്യേകം ട്രേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഇത് അതിന്റെ ഫംഗ്ഷനിങ് എല്ലാം തീർന്ന് പുറത്തേക്ക് ഒരു പ്രത്യേക രീതിയിലൊക്കെ വരും. അതൊക്കെ അവിടെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. CSSB എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾ അത് മനസ്സിലാക്കുക. സ്റ്റെറിലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, സം അതർ തിങ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് സർജറി ഓർ അതർ പ്രൊസീജിയേഴ്സ്. അതായത് സർജറീസിലും മറ്റ് പ്രൊസീജിയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കീപ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ജനറൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഹോസ്പിറ്റലും ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകളും എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്കറിയാം പുറത്തുനിന്ന് കയറി വരുന്ന പേഷ്യൻസിന് എന്താ പറയാ ഒരു പ്ലീസിങ് ഒരു അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ അയ്യോ ഇതൊരു ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരാതെ
അല്ലെ, വലിയ വലിയ ഒരു മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള വലിയ വലിയ ഹോട്ടൽസിലോ മറ്റൊക്കെ റെസ്റ്റോറന്റുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പോലെ വളരെ പ്ലേസിംഗ് വാം ആൻഡ് ക്ലീൻ നീറ്റ് ഒക്കെ ആയിട്ട് അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും എന്താ പറയാ പേഷ്യൻസ് ഒക്കെ എപ്പോഴും പാസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ അവിടെ വെള്ളമൊക്കെ സ്പില്ലായി കിടക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ സ്പില്ലാകാനോ ഒക്കെ ഇടവരുത്താതെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഇവര് വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ? യെസ്. And the next one is kitchen. Kitchen എന്താ? ഹോസ്പിറ്റലിൽ നമ്മൾ കിച്ചൺ കണ്ടിട്ടുണ്ടോ? യെസ്, ഇറ്റ്സ് അനദർ നെയിം ഈസ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ നമുക്കറിയാം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. ആൻഡ് ദ പ്രിപ്പയർഡ് ഫുഡ് ഇൻ ദ ക്യാൻറ്റീൻ ഷുഡ് റീച്ച് ദ ഹോസ്പിറ്റൽ ബൈ the dietitians following. അതായത് ഡയറ്റീഷ്യൻസ് ഇപ്പൊ നമുക്കറിയാം ചില പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ഫുഡേ കൊടുക്കാൻ പാടുള്ളൂ, ലിക്വിഡ് ഫോമിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന ഫുഡ് കൊടുക്കണം. അങ്ങനെ ഡയറ്റീഷ്യൻസ് അവരുടേതായ ഒരു ഡയറ്റ് പ്ലാൻ ആ ഒരു പേഷ്യന്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദ ഡയറ്റ് പ്ലാൻ or dietitians prescriptions or suggestions, the food should be prepared in the canteen. ആ ഫുഡ് എന്ത് ചെയ്യുന്നു? ക്യാൻറ്റീനിൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. ആൻഡ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഹൈജീനിക് മാനറിലായിരിക്കണം അല്ലെ, വളരെ കൃത്യമായിട്ടും വൃത്തിയായ അന്തരീക്ഷത്തിലുമായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കണ്ടാൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം വേണ്ടേ നമുക്ക് തീരുമാനിക്കാം അല്ലെ. ഒരു കിച്ചൺ അതാണ് ഏറ്റവും വൃത്തിയായിട്ടും എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം എപ്പോഴെപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുള്ളൂ എന്നും നമ്മൾ പറയാൻ പാടില്ല. എന്ത് ചെയ്യണം? എപ്പോഴും ആ സ്ഥലം തന്നെയാണ് വൃത്തിയായിട്ട് വെക്കേണ്ടത്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ അൺഹൈജീനിക് ആയിട്ട് അല്ലെങ്കിൽ അൺക്ലീൻ ആയിട്ടൊക്കെ സിറ്റുവേഷൻസിലൊക്കെ ഒത്തിരി ഫ്ലൈസും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മാറുന്നതിന് മുമ്പ് അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ടോപ്പ് എന്താ പറയാ ലിഡൊക്കെ വെച്ച് അടച്ച് മൂടി വെച്ചിട്ട് എൻഷുർ ചെയ്യുക. എല്ലാം അങ്ങനെ ചെയ്യില്ലേ നമ്മള്. അതുപോലെ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഫുഡ് അല്ലേ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും രോഗങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ രോഗമുള്ളവർക്ക് ഇത്തരം എന്താ പറയാ ഹൈജീനിക് അല്ലാത്ത ഫുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഒക്കെ ആക്കി വെച്ച് 3 ദിവസം 4 ദിവസം ഒക്കെ പഴകിയ ഫുഡിന്റെ ഒക്കെ പുതിയ രൂപത്തിലാക്കി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിസീസസ് കുറയല്ല ചെയ്യാൻ, പെരുകി ചെയ്യുക അല്ലെ, വർദ്ധിക്കും. അത് മാത്രമല്ല ഭയങ്കര വീണ്ടും വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ മറ്റു കാര്യമായിട്ട് രോഗി വീണ്ടും കൂടുതൽ സീരിയസ് സ്റ്റേജസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താണെന്നറിയാമോ? കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഫുഡ് വിച്ച് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ ഈസ് ഇൻ ഹൈജീൻ അറ്റ്മോസ്ഫിയർ. വളരെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഇത് സെർവ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സും അതും ശ്രദ്ധിക്കണം. അതുമൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന എംപ്ലോയീസും വർക്കേഴ്സും അവരും വളരെ ഹൈജീനിക് ആയിട്ടാണ് നിന്നിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യുന്നത് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. ഓക്കെ, അല്ലാണ്ട് ഇവര് കിച്ചണിൽ പോയി ജോലി എടുക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, ക്ലിയർ ആയോ? കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ആരാണെന്ന് മനസ്സിലായോ? അപ്പോ ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും കാണാറൊന്നുമില്ല അല്ലെ. അപ്പുറത്ത് നല്ലോണം ക്യാൻറ്റീൻ ഉണ്ടോ? കുറച്ചു നേരം നമ്മൾ നിന്ന് വെയിറ്റ് ചെയ്തു, നമുക്ക് ബോറടിച്ചപ്പോ ഒരു ചായ കുടിക്കണം അല്ലെ, നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ഇതൊക്കെ അവിടെ ഹോസ്പിറ്റൽസിന്റെ കുറെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ കിട്ടിയിട്ടാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡാണ് പ്രിപ്പയർ ചെയ്യേണ്ട ക്യാൻറ്റീനിൽ നിന്നൊക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഹൈജീനിക് ആണോ എന്നുള്ളത് കൂടി എൻഷുർ ചെയ്തിട്ട് നടത്തേണ്ടതാണ് എന്നുള്ളതാണ് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ലോണ്ടറി ആണ്. എന്താ ലോണ്ടറി എന്തിനുള്ളതാ? എന്തായിരിക്കും ലോണ്ടറിയിൽ ചെയ്യുന്നത്? നമ്മളുടെ വാഷബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന അവിടെ കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ വസ്ത്രം കഴുകി കൊടുക്കുന്ന ആൾക്കാരാണോ? അല്ല. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ടേബിൾ കവേഴ്സ്, വിൻഡോ പാനൽസ് ഇട്ടിരിക്കുന്ന കർട്ടൻസ് അല്ലെ, ബെഡ്ഷീറ്റുകൾ, പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ചില പേഷ്യൻസിന് ചില എന്താ പറയാ ക്ലോത്തിങ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഉദാഹരണം സർജറിക്കൊക്കെ കൊണ്ടുപോകുമ്പോ അല്ലെ, നമുക്കറിയാലോ, സ്ത്രീകളായത് നമുക്കറിയാം, ലേബർ റൂംസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേ വിൽ പ്രൊവൈഡ് സം ഒരു വലിയൊരു റോബ് പോലത്തെ ഒരു സാധനമൊക്കെ നമുക്ക് തരും, ഒരു ക്ലോത്ത് തരും അല്ലെ, ഒരു ഉടുപ്പ് തരും. അതിട്ടിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം സാധനങ്ങളൊക്കെ ഇതെല്ലാം തന്നെ വരുമ്പോ അവർക്ക് കൊടുത്തിട്ട് അവരോട് ഇത് നിങ്ങൾ ഇട്ടാലും വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. അല്ല,
ഈച്ച് ആൻഡ് എവറി പേഷ്യൻസിന്റെ അത് യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളിലേക്ക് തരുമ്പോൾ അത് അവിടെ ലോണ്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതെന്ത് ചെയ്യുക, ഇതെല്ലാം വാഷ് ചെയ്യുക. വെറുതെ വാഷ് ചെയ്താൽ മാത്രം മതിയോ? അല്ല, വാഷ് ചെയ്യണം അല്ലെ, ഡിസ്ഇൻഫെക്റ്റന്റ് ആകേണ്ട സാധനം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ സർജറിക്ക് ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഡ്രസ് ഒക്കെ ധരിച്ചു, ആ സർജറിയുടെ സമയത്ത് ഇൻ ബിറ്റ്വീൻ നമുക്കറിയാം ബ്ലഡോ മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ഡ്രസ്സിലേക്കൊക്കെ തെറിക്കാം അല്ലെ, അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവര് മാസ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡ്രസ്സിലേക്ക് ഇത് തെറിച്ചു കഴിഞ്ഞാൽ ബ്ലഡിന്റെ സ്റ്റെയിനും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കളും ഒക്കെ ഇതിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ സ്പോയിൽഡ് ആയിട്ടുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പല പല സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് അതൊക്കെ കൊണ്ടുപോയി പല പല രീതിയിൽ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വീണ്ടും നിങ്ങളോട് പറയാണ് പഠിക്കാനായിട്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് കഥ പോലെ നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അത് എന്ത് ചെയ്യണം, അയേൺ ചെയ്യണം. വാഷ് ചെയ്താൽ മാത്രമല്ല ഇതെല്ലാം ഉണക്കി ഡ്രൈ ചെയ്ത് അയേൺ ചെയ്ത് അത് എന്താ പറയുക സ്റ്റോർ ചെയ്യുക. എവിടെയാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഓഫ് സാധനങ്ങൾ മാറുന്ന സമയത്ത് പുതിയത് അങ്ങോട്ട് കൊടുക്കുക, ക്ലീൻ ചെയ്തൊക്കെ അങ്ങോട്ട് കൊടുക്കുക, വീണ്ടും മുഷിഞ്ഞത് അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ വീണ്ടും കൊണ്ടുവന്ന് അതിങ്ങനെ റൊട്ടേഷൻ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇഫ് നെസസറി സം ഹാവ് ടു ബി മെൻഡഡ്. ഇനി ചിലതൊക്കെ ചിലപ്പോൾ മെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താ, റിപ്പയർ ചെയ്യേണ്ടി വരും, മെൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ, കീറലോ തുന്നലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ വിട്ടിട്ടുണ്ടെങ്കിൽ അടിപ്പൊക്കെ വിടുകയോ കീറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ മെൻഡ് ചെയ്ത് തുന്നി ചേർത്ത് വൃത്തിയാക്കിയൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ ഒട്ടും പറ്റില്ല മോശമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. ഇതെല്ലാം ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഈ ഒരു പേജ് ഇങ്ങനെ തീർക്കണം നമുക്കിന്ന്. ഓക്കെ, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്തിരി പാടിയിരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് സെക്യൂരിറ്റി. എന്താ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്? ഈ ഒറ്റ ഗ്ലാൻസിൽ ഒറ്റ നോട്ടത്തിൽ ഈ ടേബിള് മൊത്തത്തിൽ അറിയണം നിങ്ങൾ. ഇത് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കുറിച്ച് ചെറിയ ചെറിയ ഐഡിയകൾ ഉണ്ടാവണം. ഒരു അറ്റ്ലീസ്റ്റ് 1-2 സെന്റൻസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ടേബിൾ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ടേബിൾ അവിടെ കണ്ടു ഇന്നതാണ് വെറുതെ വായിച്ചു പോയി എന്നല്ലല്ലോ നമുക്ക് വേണ്ടേ. അതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം പറയുന്നത്. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ടു കീപ് ദ ഹോസ്പിറ്റൽ ആൻഡ് സറൗണ്ടിങ്സ് സെക്യൂർഡ് അല്ലെ. അതായത് എപ്പോഴും ഹോസ്പിറ്റൽസിന്റെ ചുറ്റുപാടൊക്കെ സെക്യൂർ ആൻഡ് സേഫ് ആക്കി സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മോർണിംഗ് സെഷനിൽ ഒരു സെക്യൂരിറ്റി ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷം വേറെ ആയിരിക്കാം അല്ലെ, ഈവനിങ്ങിൽ വേറെ, അങ്ങനെ ഷിഫ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട്. മാത്രമല്ല ഒരു ഹോസ്പിറ്റൽസിൽ തന്നെ ചിലപ്പോൾ ഓരോ ഫ്ലോസിലും ചിലപ്പോൾ സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഫ്ലോസിലൊക്കെ സെക്യൂരിറ്റിയുടെ ഉപയോഗം എന്താ, ഈ പേഷ്യൻസിനെ കാണാൻ വരുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ, പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കിട്ടുന്ന സ്ഥലത്തൊക്കെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതൊക്കെ മാറ്റി ആ വേ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസിയിലേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാം. അപ്പൊ ഇതുങ്ങളൊക്കെ ഈ ഒന്നില്ലെങ്കിൽ ഈ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സിലോ ഒക്കെ കിടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വഴികളിലൊക്കെ ആളുകളൊക്കെ നിന്നാലും പ്രശ്നമാണ്. അപ്പൊ അവരെയൊക്കെ അവിടെയൊക്കെ കൂട്ടം കൂടി നിൽക്കാൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഹോസ്പിറ്റൽസിലേക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള വെഹിക്കിൾസുമായിട്ടൊക്കെ വന്നു പോകുന്നവർക്കൊക്കെ അവർ ആ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സോ മച്ച് ഓഫ് ക്രൗഡിനെയൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് വെരി ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അപ്പൊ 3-4 പേരൊക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിയിൽ. അപ്പൊ ഷിഫ്റ്റ് അനുസരിച്ചും അതുപോലെ തന്നെ ടേൺ അനുസരിച്ചും അവരവർക്ക് അവരുടെ ഡ്യൂട്ടീസ് വന്ന് ചെയ്യണം. അപ്പൊ അവരതിന് വേണ്ടിയിട്ടുള്ളവരാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റനൻസ് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ വീടുകളിലും ഒത്തിരി കാര്യങ്ങൾക്ക് മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ആളുകളെ വിളിക്കാറുണ്ട് അല്ലെ. നമ്മുടെ വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉപകരണങ്ങൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി എന്താ പറയാ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന AC, അതുപോലെ ഫാന്, മറ്റു കാര്യങ്ങള്, പ്ലംബിങ്, അതായത് പൈപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ, വാഷ്റൂംസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്നാൽ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫ്രം ടൈം ടു ടൈം. തീർച്ചയായിട്ടും അതിന്റെയൊക്കെ മെയിൻ്റനൻസ് അത് നേരത്തെ നടത്തണം. അതില്ലെങ്കിൽ എന്ത് പറ്റും, അതവിടെ സ്റ്റക്ക് ആവും അല്ലെ. എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ മുറിക്കകത്ത് അവിടുത്തെ എന്തെങ്കിലും ഫ്ലഷോ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല, അത് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. കാരണം അത് ഉപയോഗിക്കുന്ന ഇൻപേഷ്യന്റും അവരെ നോക്കാൻ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ അതായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഇഫ് ഇറ്റ് ഈസ് അത് ഔട്ട് ഓഫ് ഓർഡറിലാണെങ്കിൽ എന്ത് പറ്റും,
അത് ഔട്ട് ഓഫ് ഓർഡർ ആയി പോയി, ഫംഗ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ പ്രശ്നമാണ് അല്ലെ. അപ്പൊ അത് ഒരു പ്രശ്നമാവും. അതൊക്കെ എല്ലാ സമയവും അതൊക്കെ മെയിൻറ്റെയിനബിൾ ആണ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവര് പോയിട്ട് അതൊക്കെ റിപ്പയർ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാർ ആരാണോ അവരുടെയൊക്കെ കോൺടാക്ട് നമ്പേഴ്സോ ഡീറ്റെയിൽസോ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഒരു AC വർക്ക് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഡോക്ടർ അല്ലെങ്കിൽ അപ്പൊ AC വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ AC ഓപ്പറേറ്റേഴ്സിനെ വിളിക്കണം. അപ്പൊ അന്നേരം പോയിട്ട് അയ്യോ ഈ നാട്ടിൽ ആരാണോ AC ഓപ്പറേറ്റർ ഉള്ളതെന്ന് കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴേക്കും 2-3 ദിവസം കഴിയും അല്ലെ. അങ്ങനെയല്ല, അത് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആരുടെയും നമ്മുടെ കയ്യിലല്ല, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടായിരിക്കും. സോ ദാറ്റ് ദേ കൻ ഈസിലി കോൺടാക്ട് ചെയ്താൽ അല്ലെ, പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാം. ഏത് മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, എന്തൊക്കെയോ മെഷീനറീസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നോക്കി എത്ര മെഷീൻസ് ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. TMT മെഷീൻ ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ആൻജിയോന്റെ മെഷീനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ മെഷീൻസ് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇതിന്റെയൊക്കെ ഫംഗ്ഷനിങ് പെട്ടെന്നൊക്കെ നിലച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതിന് ഡിലേ വന്നു കഴിഞ്ഞാൽ എല്ലാം താറുമാറാകും. ഒത്തിരി പേഷ്യൻസ് ഇനി ബാക്കി അവിടെ നിൽക്കുന്നു, അവരെ കൂടി ഇതൊക്കെ നോക്കണം, ഇതൊക്കെ ചെയ്യിപ്പിച്ച് നോക്കണം. സോ അത് ഭയങ്കര ലാഗ് ആവും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും മസ്റ്റ് ഹാവ് അവരുടെ കയ്യിൽ ദേ ഷുഡ് കളക്ട് ദ കോൺടാക്ട്സ്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ എളുപ്പം അവരെ കോൺടാക്ട് ചെയ്ത്, അപ്പൊ കോൺടാക്ട് ചെയ്ത് ഇന്ന് വിളിച്ചാൽ നാളെ വരാമെന്ന് പറയുന്ന ആൾക്കാരെ ആവരുന്ന്. എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ അത് വിതിൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സിൽ എത്താൻ പറ്റുന്ന അവരുടെ വേണം ഡീറ്റെയിൽസ് കൈവശം വെക്കാനായിട്ട് അല്ലെ. ആൻഡ് ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ജനറൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. നമുക്ക് അത്ര അധികം കൊണ്ട് കാണാനൊന്നും പറ്റുന്ന ഒരു ഇടത്തായിരിക്കില്ല മോർച്ചറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നിരിക്കുന്നത്. അത് അത്ര വിസിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഏരിയയിലായിരിക്കില്ല. അപ്പോ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് temporarily for keeping the dead bodies അല്ലെ. തീർച്ചയായിട്ടും കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കോ വേണ്ടി മാത്രം ടെമ്പററി ആയിട്ട് നമുക്ക് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. ചിലപ്പോ ഈ മരിച്ചുപോയ രോഗി മരിച്ചുപോയ ആള് എവിടെയെങ്കിലും വെച്ചിട്ടാണ്, ഇയാളെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും വന്ന് ഇയാളെ ഐഡന്റിഫൈ ചെയ്യുന്നത് വരെയെങ്കിലും സൂക്ഷിച്ചു വെക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലം അതാണ് ഡിപ്പാർട്ട്മെന്റ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. So these are the general departments. ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവിൽ വരുന്ന ജനറൽ വിഭാഗത്തിലെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. CSSD, സ്റ്റെറിലൈസേഷൻ, ആ വേർഡ് ഓർത്താൽ മതി. ഹൗസ് കീപ്പിംഗ്, കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ. കിച്ചൺ, പ്രൊവൈഡ് ഹൈജീനിക് ഫുഡ് ഫ്രം ദ ക്യാൻറ്റീൻ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ലോണ്ടറി, മേക്കിംഗ് or washing, mending, drying, ironing the hospital used linens, clothes, etc. അല്ലെ. ഹോസ്പിറ്റൽ ലിനൻ എന്നാണ് പറയുക അതിനെ. അവരുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ വാഷബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ്, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ലിനൻ എന്ന പേരിലാണ്. അത് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കും, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം. സെക്യൂരിറ്റി, സെക്യൂർ ആൻഡ് സേഫ് ആക്കി ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുക. മെയിൻ്റെനൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ്സ്, മെഷീനറീസ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഓൾസോ പ്ലംബിംഗ് മെറ്റീരിയൽസ് ഒക്കെ. മോർച്ചറി, the place where temporarily dead bodies are kept. ക്ലിയർ ആണോ? ഇത്രയും ജനറൽ വരെ മനസ്സിലായോ? ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് OPD, IPD ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് ജനറൽ ഡിപ്പാർട്ട്മെന്റ്, തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ നമ്മള് തെറാപ്യൂട്ടിക്കും ജനറലും ആണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത് മുഴുവൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, തേർഡ് സപ്പോർട്ടീവിൽ വരുന്ന മൂന്നാമത്തേതാണ് ഡയഗ്നോസ്റ്റിക്, രോഗനിവാരണം. രോഗം എന്താണെന്ന് കണ്ടെത്തണം. സോ പേഷ്യന്റ് ഷുഡ് അണ്ടർഗോ സം ടെസ്റ്റ് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമായാൽ മാത്രമേ ചില പേഷ്യൻസിന്റെ രോഗത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഡയറ്റുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ഫുഡിന്റെ ഡയറ്റില്ലേ, ഡയറ്റ് എന്ന് പറയൂലേ നമ്മള്, അതാണ് ഡയറ്ററ്റിക്സ്.
ഓക്കെ, അപ്പൊ നമ്മളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോ ഫിസിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയാലൊന്നും മനസ്സിലാകില്ല. ചിലതിന് ചില ടെസ്റ്റുകൾ നടത്തിയാൽ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതാകാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാകാം, അങ്ങനെ നമ്മുടെ ബോഡിക്കകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകൾ പുറത്തെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാകാം. ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ there are two classifications, രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ലബോറട്ടറിയും റേഡിയോളജിയും എന്ന രണ്ട് രീതിയിലുള്ള ടെസ്റ്റിംഗ് രീതി ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ലബോറട്ടറിയുടെ പ്രത്യേകത, നമുക്ക് ലാബിൽ പലതും കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ബ്ലഡ് എടുത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് അകത്തുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് പുറത്തെടുത്ത് ലാബിൽ വെച്ച് അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി ടെസ്റ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് ലാബിൽ. അതേസമയം അതിന്റെ രണ്ടാമത്തെ ഒരു ടെസ്റ്റിംഗ് രീതിയാണ് റേഡിയോളജി. അതെന്തിനായിരിക്കാം? ഇവിടെ റേഡിയോളജിയിൽ നത്തിങ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം അവർ ബോഡി. ബോഡിയുടെ അകത്തുനിന്ന് ഒരു ഫ്ലൂയിഡോ മറ്റൊന്നും എടുക്കുന്നില്ല. അതിന് പകരം അതിന് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താ? ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പർട്ടിക്കുലർ എക്യുപ്മെന്റുകൾ കയറ്റി വിട്ടിട്ട് കടത്തി വിട്ടിട്ട് റേസ് ഉപയോഗിച്ച്, അതായത് റേസ് എന്ന് പറഞ്ഞാൽ രശ്മികൾ, അതായത് വളരെ എന്താ പറയാ ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേസ് ശരീരത്തിലേക്ക് കടത്തിവിട്ട് ലോകത്തിന്റെ ഭാഗം ഏതാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ സംബന്ധിക്കുന്ന ഏതെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ റേസ് ശരീരത്തിന്റെ അകത്തേക്ക് കടത്തി വിട്ടിട്ട് നടത്തുന്ന ടെസ്റ്റിംഗ് രീതിയാണ്. അപ്പൊ എക്സ്റേസ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. സ്കാൻസ് ഒക്കെ, എക്സ്റേയും സ്കാനും ഒക്കെ നടക്കില്ലേ, അതൊക്കെ റേഡിയോളജിക്ക് ഉദാഹരണങ്ങളാണ്. അവിടെ എന്താ ചെയ്യുന്നത്? എക്സ്റേയിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ഒരാള്, യൂറിൻ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ആളുടെ ടെസ്റ്റിംഗ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുക? ലബോറട്ടറിയിൽ നടക്കോ റേഡിയോളജിയിൽ നടക്കോ? എന്ന് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അപ്പൊ യൂറിൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ടെസ്റ്റ് നടത്തണം. ഏത് ആയിരിക്കും, ഏത് ഡയഗ്നോസ്റ്റിക് രീതി ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക? ലാബ് ആണോ അല്ലെങ്കിൽ റേഡിയോളജി ആണോ? യെസ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ലാബ് ടെസ്റ്റ് ആയിരിക്കും നടക്കുക. കാരണം നമ്മുടെ യൂറിൻ എടുത്ത് കൊടുക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നത്, കൾച്ചർ ചെയ്ത് അതൊക്കെ ചെയ്ത് നോക്കുക. അതൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ പഠിക്കുന്നത് എന്താ പറയാ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസ് ഒന്നുമല്ല. നമുക്ക് ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ലാബില് ബോഡിക്ക് അകത്തുനിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതേസമയം റേഡിയോളജിയില് ഉദാഹരണം ഭയങ്കര ചുമ ഇപ്പൊക്കെ കുറെ ഉണ്ട്. ചുമ വന്നിട്ട് മാസങ്ങളായിട്ട് നിൽക്കുന്നില്ല, കുറെ മരുന്നൊക്കെ തന്നു നോക്കി, ആന്റിബയോട്ടിക് കൊടുത്തു നോക്കി, എന്ന് നിൽക്കുന്നില്ല. അപ്പൊ ഡോക്ടർ എന്താ പറയുക? ഇനി ഒരു എക്സ്റേ എടുത്തു നോക്കണം. അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്കെൽറ്റൻ ഒക്കെ എടുത്ത് പുറത്തു അടിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ലേ? അല്ലല്ലോ. എന്ത് ചെയ്യണം? നമ്മളെ ഒരു മുറിക്കകത്തോട്ട് കയറ്റുമ്പോൾ എക്സ്റേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം എന്താ പറയാ സജ്ജീകരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂം അതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിനകത്തോട്ട് തള്ളിക്കയറാനും പറ്റില്ല. അപ്പൊ അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേക രീതിയിലൊക്കെയാണ് അതിനകത്തോട്ടേക്ക് കയറുക. റെഡ് ലൈറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ തുറന്ന് കയറാനും പാടില്ല എന്നൊക്കെ ഉണ്ട്. അതിന്റെ പുറത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ റേഡിയോളജി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് റേസ് ആണ്. അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ എവിടെയാണോ ഇത് എടുക്കേണ്ടത്, ഏത് ഭാഗത്തെ എക്സ്റേ ആണോ എടുക്കേണ്ടത്, അവിടെ നിന്ന് ക്ലോത്ത്സ് മാറ്റിയതിനു ശേഷം ചിലപ്പോൾ അവരുടെ ക്ലോത്ത്സ് ആയിരിക്കും തന്നെ അത് ഇടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഫോട്ടോ ആണ്. അപ്പൊ അത് റേസ് ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നത് കൊണ്ടാണല്ലോ ഇതിന്റെ ആ ഒരു പിക്ചർ അവിടെ നമുക്ക് എക്സ്റേസിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു സ്ക്രീനിൽ നമുക്ക് തന്നെ അല്ലെ നമുക്ക് കാണിച്ചു തരുന്നത്. അതൊരു ഫോട്ടോ പതിക്കുന്ന രീതിയാണ്. നമ്മൾ മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കും അല്ലെ, പിക്ക് എടുക്കും. അതിനകത്ത് എന്താ കാര്യം? നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, നമ്മുടെ പുറമേ കൂടിയുള്ള അപ്പിയറൻസ് ആണ് നമ്മുടെ ക്യാമറയിൽ പതിയുക. അതേസമയം ഈ ലാബിൽ റേഡിയോളജിയിൽ എക്സ്റേ എടുക്കുന്ന സമയത്തോ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പിക്ചർ ആണ് അവിടെ വരിക. എല്ലിന്റെ അസ്ഥിയൊക്കെ അകന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റേഡിയോളജി പോലെയുള്ള എക്സ്റേസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ രണ്ടാണ്. ലാബിലേക്ക് ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതി, റേഡിയോളജി ശരീരത്തിനകത്തേക്ക് റേസ് കടത്തിവിട്ട് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന രീതി. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, and the next and the last in supportive department അവസാനത്തേതാണ് ഇൻഫോർമേറ്റീവ്. ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ there are a lot of informations. ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ.
എന്നതിനെ കുറിച്ചൊക്കെയാണ് മെഡിക്കൽ റിസോഴ്സസ്. ഹോസ്പിറ്റലിന്റെ പലതരത്തിലുള്ള റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ മെഡിസിൻസ് ഉണ്ട്, ഒത്തിരി മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉണ്ട്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അതൊരു വലിയ റിസോഴ്സ് ആണല്ലോ. എംപ്ലോയീസ്, വർക്കേഴ്സ്, ജോലിക്കാർ ഒത്തിരി. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ കൂടി എത്ര അധികം ജോലിക്കാർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ. നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വേണ്ടി വരുന്ന ഡോക്ടേഴ്സ്, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നഴ്സസ്, പിന്നെ ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നവര് അവിടെയും ഉണ്ട് കുറച്ച് പേര്, അല്ലെ ലാബ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും ഓരോ നഴ്സസ് അവരെ അറ്റൻഡ് ചെയ്യാൻ, ഫിസിഷ്യൻസിന്റെ ഒക്കെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് കൂടാതെ ഈ പറയുന്ന പോലെ ഹൗസ് കീപ്പിംഗുകാരുണ്ട്, പിന്നെ മറ്റ് ക്ലീനിങ് സെഷനിലുള്ള ആൾക്കാരുണ്ട്, ലോണ്ടറിയിലുള്ള ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്കി എത്ര ജോലിക്കാരാ. അപ്പൊ ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അങ്ങനെയുള്ള റിസോഴ്സസ് ഉണ്ട്, ഒത്തിരി മെഷീനറീസ് ഉണ്ട്. ഇതിനെ കുറിച്ചെല്ലാം ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിൽ വേണം. ഇതെല്ലാം ഇന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം, കാരണം അതൊക്കെ ഇന്നതൊക്കെ ഉണ്ട് എന്ന് അറിയണ്ടേ. മാത്രമല്ല ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് ഐ ടി ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ പേഷ്യൻസിന്റെയും പേരും വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഡാറ്റാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. കാരണം at any time they have to retrieve the informations about the patients which are stored. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എപ്പോ വേണമെങ്കിലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കണ്ടേ. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന്, ഇപ്പൊ ചിലപ്പോ ലീഗലി എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോ ചില രോഗികൾ വന്നു, അപ്രതീക്ഷിതമായിട്ട് ആ രോഗി മരിച്ചുപോയി, അപ്പൊ അതിന് കൊടുത്ത മരുന്നുകൾ എന്തൊക്കെയാണ്, ഏത് ഡോക്ടറെ കൺസൾട്ടേക്കൊക്കെ ചിലപ്പോ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ചോദിക്കും, അല്ലേ, കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇത്തരം ഇൻഫോർമേഷൻസ് റെക്കോർഡ്സ് ആയിട്ട് സൂക്ഷിച്ചാൽ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ ഫോർ ഓൾ ദിസ് പർപ്പസ് ഇൻഫോർമേഷൻ ഈസ് ഓൾസോ ഇൻഫോർമേറ്റീവ് ഈസ് ഓൾസോ അണ്ടർ ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിൽ അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവരുടെ മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്നതും IT, ദാറ്റ് മീൻസ് ഇൻപേഷ്യൻസിന്റെയും അതുപോലെ തന്നെ മറ്റ് പേഷ്യൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസും ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് എനി ടൈം. ആരൊക്കെ ചോദിക്കുന്നു അവർക്കത് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന 4 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു: തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇത് അവിടുത്തെ കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അതിനെ ഇങ്ങനെ 4ആയിട്ട് തരം തിരിച്ച് ഇങ്ങനെ ഓരോ ഹെഡ്സിലും പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ സപ്പോർട്ടിംഗ്? അടുത്ത ദിവസം ഞാൻ വരുമ്പോ ചോദിക്കോട്ടെ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയാൻ വേണ്ടിയേ. ഇന്ന് ഞാൻ 1 മണിക്കൂർ പറഞ്ഞത്, അടുത്ത ദിവസം ഞാൻ വരുമ്പോ 10 മിനിറ്റിന് ഉള്ളില് നിങ്ങളോട് ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണട്ടാ, ഒന്നുകൂടിയൊക്കെ എഴുതുന്ന മനസ്സിരുത്തി എന്തൊക്കെയാണോ പറഞ്ഞേ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ആലോചിച്ചെടുത്താൽ മതി. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ആൻഡ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിനെ ഭരിക്കുക, മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഒരുപാട് വേർഡ്സുകൾ ഉണ്ടായിന് നമുക്ക് അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് കുറെ കാര്യങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യാനുണ്ട് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ വേണ്ട പ്രധാനപ്പെട്ട മേഖലകളാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ്, ഓവറോൾ ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്താ പറയാ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ഫിനാൻസ് എവിടെന്നൊക്കെ ഏതൊക്കെ വഴിക്ക് ഫിനാൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്, ആ ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെന്താ, ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ. ഹ്യൂമൻ റിസോഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, ദ ഹോൾ വർക്കേഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഓർഗനൈസേഷനിൽ, ഹോസ്പിറ്റൽ മാത്രമല്ല ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ, ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൂടി, ടോപ്പ് ലെവലോ അടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ്, എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വിഭവങ്ങൾ, മനുഷ്യ വിഭവങ്ങൾ എന്ന് വെച്ചാൽ ദ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഒട്ടും ഒഴിച്ചുകൂടാൻ ആകാത്ത ഒരു റിസോഴ്സ്, ഒരു വിഭവമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസിനെ ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് ഏത് ഓർഗനൈസേഷനും ഒരു സംരംഭവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ജോലിക്കാർ വേണം,
നമുക്കറിയാം നമ്മളിപ്പോ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ വാശി പിടിച്ചേക്കാം അല്ലെ. നമ്മൾ ഇത്രയും ഈ പറയുന്ന മൊബൈൽ ഫോണുകളും നമ്മുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കാനും കാണാനും ഒക്കെ പറ്റിയ രീതിയിൽ നമ്മൾ വന്നു നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇനിയും ഇതിനും വലിയ ടെക്നോളജീസ് ഡെവലപ്ഡ് ആകാൻ പോകില്ല എന്നൊന്നും നമുക്ക് ഉറപ്പുവരുത്താനും പറ്റില്ല അല്ലെ. ഇനിയും എന്താ പറയാ കൂടുതൽ ടെക്നോളജീസ് ഡെവലപ്ഡ് ആകാം അല്ലെ. അപ്പൊ ഇതൊക്കെ പഴഞ്ചനാവും. ഓ ഇത് എന്ത് മൊബൈൽ ഫോണോ, ഇതൊക്കെയായിരുന്നോ പണ്ട് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങളിലേക്ക് ഇനിയും നമ്മുടെ ലോകം പോകാൻ പാടില്ല എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഏതൊക്കെ പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്താലും ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായി നടത്തുന്നതിനും ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഏത് ഓർഗനൈസേഷനിലും. സോ അതിനെ മാനേജ് ചെയ്യണം. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നതിൽ വന്നേക്കണേ. അതിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുണ്ട്, ഹ്യൂമൻ റിസോഴ്സസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുണ്ട്. ഇതൊക്കെയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത്. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, 3 ക്ലാസിഫൈ ചെയ്തു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ IPDയും OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവില് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇതിൽ 4ലും ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ, ഹോസ്പിറ്റലിന്റെ മൊത്തം അഡ്മിനിസ്ട്രേഷനും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ആൻഡ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണ് 3 ക്ലാസിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ ഈ പേജ്? ഒരു പേജ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കൊന്നും അതിനെ കുറിച്ച് അറിയില്ല. ഒരു കാര്യം പോലും അറിയില്ലാത്തവർ ഒത്തിരി ഗ്യാപ്പ് വന്ന് പഠിക്കാൻ കയറിയവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പേജിലുള്ള കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പേജൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത പേജിലൊക്കെ പിന്നെ പതുക്കെ നമുക്ക് ഇച്ചിരി കൂടുതലായാലും പറയാം. ഈ ഫസ്റ്റ് പേജിൽ നമ്മളുടെ ഇതിന്റെ ഒരു സം ടോട്ടൽ ആണ്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിന്റെ ഒരു സം ടോട്ടൽ ഒരു ചെറിയ ഐഡിയ തരുന്ന രീതിയിലാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ. അപ്പോ ഇതൊക്കെ നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോ ഞാൻ ചോദിച്ചാൽ പറയോ ഇനി ഉത്തരമൊക്കെ? അടുത്ത പേജിൽ നമ്മൾ തുടങ്ങുന്നില്ല, ബിക്കോസ് ഈ ഒരു ബെഞ്ചിൽ നമ്മളിത് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് അടുത്ത ദിവസം ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറയും. തുടക്കം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മളൊന്ന് വരാൻ വേണ്ടിയിട്ട് റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനു മുമ്പ് നിങ്ങളത് കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പൊ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പാണെങ്കിൽ കൂടി ഒരു 10-15 മിനിറ്റ് നമ്മളെടുത്ത ടോപ്പിക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് കയറുകയാണെങ്കിൽ നമുക്കും നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാനും സാധിക്കും അല്ലെ. തുടങ്ങിയ ഒരു കോഴ്സ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും സാധിക്കും. അപ്പൊ അടുത്ത ദിവസം ഞാൻ ചോദിച്ച ചെറുപടേന്ന് ഉത്തരം പറഞ്ഞോളട്ടെ എല്ലാവരും. ശരിയല്ലേ? ഓക്കെ അല്ലേ? സോ ഓക്കെ, താങ്ക് യു.